എന്നെ ഈ വിഷയത്തിൽ അത്ഭുതപ്പെടുത്തിയത് അവിടെ നിശബ്ദരാക്കപ്പെട്ട വിദ്യാർത്ഥി സമൂഹമാണ്. എന്തൊരു തലമുറയാണ് നമ്മുടെ മുന്നിലൂടെ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. 150 കുട്ടികളുടെ മുന്നിൽ വെച്ച് ഒരു ചെറുപ്പക്കാരനെ നഗ്നനാക്കി ക്രൂരമായി ഉപദ്രവിച്ചു എന്ന് പറയുമ്പോൾ, പണ്ടുള്ള കാലത്തായിരുന്നെങ്കിൽ ശരിയാ, പറയാൻ ഇവരോട് ഭയം കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ളിൽ മാത്രം, ആ ക്യാമ്പസിനുള്ളിൽ മാത്രം തളയ്ക്കപ്പെടുകയും അത് പുറം ലോകം അറിയാതിരിക്കുകയും ചെയ്യും. ഇന്ന് ഈ മൊബൈൽ ഫോൺ എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും ശക്തമായ ഒരു ആയുധം നിങ്ങളുടെ കയ്യിലിരിക്കുമ്പോൾ ആ നടന്ന സംഭവം ഒന്ന് പകർത്തി പുറം ലോകത്തോട് പറയാൻ ചങ്കുറപ്പില്ലാത്ത 150 വിദ്യാർത്ഥികളായിപ്പോയല്ലോ പ്രിയപ്പെട്ട കുട്ടികളെ നിങ്ങൾ എന്നുള്ളതാണ് എന്നെ ഏറ്റവും ഭയപ്പെടുത്തുന്നത്. പക്ഷെ നിങ്ങൾ ആലോചിക്കണം, ആ 150 പേരുടെ കണ്ടുകൊണ്ടിരുന്ന 150 പേരായ നിങ്ങൾ ഇന്നലകളിൽ നിങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്ന ഒരുവനെയാണ് ഈ രീതിയിൽ ക്രൂരമായി ഉപദ്രവിച്ചു കൊന്നത്. നിങ്ങളുടെ നിശബ്ദത നാളെ നിങ്ങളെയും ഇതിലേക്ക് വരും. നിങ്ങൾ പ്രതികരിച്ചാൽ നിങ്ങൾക്കും രക്ഷപ്പെടാം. ഞാനിവിടെ പ്രതികരിക്കുന്നവരാണ്. ഇവിടെ ഒരു കലാകാരൻ പ്രതികരിക്കുന്നു എന്ന് പറയുമ്പോൾ അവന് നഷ്ടങ്ങൾ ഉണ്ടാവുമെന്ന് ഭയപ്പെട്ട് പലരും നിശബ്ദരാവും. നിശബ്ദതയാണ് ഈ നാടിന്റെ ശാപം. നിങ്ങൾക്ക് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കാം, പക്ഷെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കാൻ കഴിയണം. സ്വന്തം രാഷ്ട്രീയ പാർട്ടിയാണോ തെറ്റ് ചെയ്തത്, അത് തെറ്റാണെന്ന് പറയാനുള്ള ആഗ്രഹം കാണിക്കണം, അല്ലെങ്കിൽ നിങ്ങളെയും കൊല്ലും.